നമസ്കാരം എല്ലാവർക്കും PSC ചാറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബംഗാളിലെ ഗവർണർ ജനറൽമാർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഗവർണർ ജനറൽമാരെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ കാറ്റഗറൈസ് ഉണ്ട് എന്ന് വെച്ചാൽ ബംഗാളിലെ ഗവർണറുണ്ട്, അതുപോലെ തന്നെ ബംഗാളിലെ ഗവർണർ ജനറൽമാരും പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ബംഗാളിലെ ഗവർണർ ജനറൽമാരും അതുപോലെ തന്നെ ബംഗാളിലെ ഗവർണറെയും കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. റോബർട്ട് ക്ലൈവ്. അപ്പോൾ റോബർട്ട് ക്ലൈവിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആരാണ് ഈ റോബർട്ട് ക്ലൈവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബംഗാളിലെ ഗവർണർ ജനറൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്താണ്? ബംഗാളിലെ ആദ്യ ഗവർണറാണ് ആരെന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റ് കിട്ടി റോബർട്ട് ക്ലൈവിനെ കുറിച്ച്? എന്താണ്? ബംഗാളിലെ ആദ്യ ഗവർണർ. പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ്? ബംഗാളിലെ ആദ്യത്തെ ഗവർണറാണ് ആരെന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ്. അപ്പോൾ എന്താണ്? ആദ്യ ഗവർണറാണ് ആരെന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു പോയിന്റ് കിട്ടി. ഇനി റോബർട്ട് ക്ലൈവിനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന മറ്റൊരു പോയിന്റ് ഏതാണ്? നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളതും ദ്വിഭരണത്തെക്കുറിച്ചാണ്. എന്താണ്? ദ്വിഭരണം അല്ലേ? ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് അല്ലേ? ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ എന്നാണ് ദ്വിഭരണം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1765 എന്ത് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് 2 പോയിന്റായി. മൂന്നാമത്തെ പോയിന്റാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നതും റോബർട്ട് ക്ലൈവ് ആണ്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് ആണ്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇനി ഈ റോബർട്ട് ക്ലൈവ് ഒരു യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് ആ യുദ്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പ്ലാസി യുദ്ധമാണ് അല്ലേ? പ്ലാസി യുദ്ധം. ഈ പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലായിരുന്നു? റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ ആരാണ്? സിറാജ് ഉദ് ദൗളയുമായിട്ടാണ്. ആരാണ്? സിറാജ് ഉദ് ദൗളയുമായിട്ടാണ് ആര് യുദ്ധം ചെയ്തത്? റോബർട്ട് ക്ലൈവ് എന്താണ് യുദ്ധം നടത്തിയത് അല്ലേ? സിറാജ് ഉദ് ദൗളയുമായിട്ടാണ് അല്ലേ? അപ്പോൾ സിറാജ് ഉദ് ദൗളയും റോബർട്ട് ക്ലൈവും പ്ലാസി യുദ്ധം നടത്തിയത് ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? 1757 അല്ലേ? 1757 എന്ത് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ് ദൗളയും തമ്മിൽ പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പോൾ ഈ പ്ലാസി യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് എന്തുണ്ടായി? സിറാജ് ഉദ് ദൗള പരാജയപ്പെട്ടു അല്ലേ? സിറാജ് ഉദ് ദൗള പരാജയപ്പെടുകയും പകരം എന്താണ്? സിറാജ് ഉദ് ദൗളയുടെ സേനാനായകനായിരുന്ന മിർ ജാഫർ. ആരാണ്? സിറാജ് ഉദ് ദൗളയുടെ സേനാനായകനായിരുന്ന മിർ ജാഫർ അല്ലേ? മിർ ജാഫറിനെ എന്താണ്? റോബർട്ട് ക്ലൈവ് ബംഗാളിലെ രാജാവായിട്ട് അവരോധിച്ചു അല്ലേ? അപ്പോൾ എന്താണ്? റോബർട്ട് ക്ലൈവ് പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി എന്നാണ് 1757. എന്നിട്ട് എന്താണ്? സിറാജ് ഉദ് ദൗളയുടെ സേനാനായകനായിരുന്ന മിർ ജാഫറിനെ ബംഗാളിലെ രാജാവായിട്ട് ആര് നിയമിച്ചു? റോബർട്ട് ക്ലൈവ് നിയമിച്ചു. അതുകൊണ്ട് തന്നെ ഈ മിർ ജാഫറിന് ഒരു വിളിപ്പേരുണ്ട്. എന്താണ്? ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആരാണോ? ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? മിർ ജാഫറാണ് അല്ലേ? എന്താണ്? ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് മിർ ജാഫറാണ്. എന്താണ് പേര് വരാനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ്? ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് മിർ ജാഫറാണ്. പിന്നെന്താണ്? അലഹബാദ് പാറ്റിൽ ഒപ്പുവെച്ചതും ആര് തന്നെയാണ്? അലഹബാദ് പാറ്റിൽ ഒപ്പുവെച്ചതും ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് ആണ് അല്ലേ? അലഹബാദ് പാറ്റിൽ ഒപ്പുവെച്ച ബംഗാളിലെ ഗവർണറാണ് ആരെന്ന് പറയുന്നത്? റോബർട്ട് ക്ലൈവ്. അപ്പം ഇത്രയും പോയിന്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പം എന്താണ് പറഞ്ഞത്? ആദ്യ ഗവർണർ അല്ലേ? ബംഗാളിലെ ആദ്യ ഗവർണർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? ബംഗാളിൽ 1765 ദ്വിഭരണം ഏർപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആണ് അല്ലേ? ബംഗാളിലെ ഗവർണറായിരുന്ന റോബർട്ട് ക്ലൈവ് ആണ് അല്ലേ? അതുപോലെ തന്നെ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടു അല്ലേ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെട്ടതും ആര് തന്നെയാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അതുപോലെ പ്ലാസി യുദ്ധം. എന്താണ് പ്ലാസി യുദ്ധം? റോബർട്ട് ക്ലൈവും സിറാജ് ഉദ് ദൗളയും തമ്മിലായിരുന്നു എന്ത്? പ്ലാസി യുദ്ധം അല്ലേ? 1757 എന്ത് പ്ലാസി യുദ്ധം നടക്കുന്നത്. ഈ പ്ലാസി യുദ്ധത്തിന് ശേഷം എന്താണ്? സിറാജ് ഉദ് ദൗള പരാജയപ്പെടുകയും സിറാജ് ഉദ് ദൗളയുടെ സേനാനായകനായിരുന്ന മിർ ജാഫറിനെ എന്താണ്? ക്ലൈവ് ബംഗാളിലെ രാജാവായിട്ട് നിയോഗിക്കുകയാണ് അല്ലെങ്കിൽ നിയമിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മിർ ജാഫറിനെ ക്ലൈവിൻ്റെ കുറുക്കൻ എന്ന് വിളിക്കുന്നത്. എന്താണ്? ക്ലൈവിൻ്റെ കുറുക്കൻ എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മിർ ജാഫറാണ് അല്ലേ?
പിന്നെ എന്താണ് പറയുന്നത്, അലഹബാദ് പാറ്റിൽ ഒപ്പുവെച്ച ബംഗാൾ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അതും റോബർട്ട് ക്ലൈവ് ആണ്. ഇനിയുണ്ട് കുറച്ച് പോയിന്റ്സ് കൂടെ, നമുക്ക് ഒന്ന് ഇത് വായിച്ചിട്ട് നമുക്ക് പറയാം. ഇനി നമ്മൾ പറയുന്നത് ഈ റോബർട്ട് ക്ലൈവിന് കുറച്ച് വിളിപ്പേരുകളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്നാണ് എന്താണ്, നവാബ് മേക്കർ എന്നറിയപ്പെടുന്നത് ആരാണ്, നവാബ് മേക്കർ എന്നറിയപ്പെടുന്നത് ആരാണ്, റോബർട്ട് ക്ലൈവ് ആണ് അല്ലേ. എന്താണ്, നവാബ് മേക്കർ എന്നറിയപ്പെടുന്നത് ആരാണ്, റോബർട്ട് ക്ലൈവ് ആണ്. അതുപോലെ തന്നെ എന്താണ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അല്ലേ, ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്, റോബർട്ട് ക്ലൈവ് ആണ് അല്ലേ. ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്, റോബർട്ട് ക്ലൈവ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു വിളിപ്പേരാണ് എന്തെന്ന് പറയുന്നത്, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് അല്ലേ, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് അറിയപ്പെടുന്നതും ആര് തന്നെയാണ്, റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ ആരാണ് ഈ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് റോബർട്ട് ക്ലൈവിനെ വിളിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, വില്യം പിറ്റ് ആണ് അല്ലേ, വില്യം പിറ്റ് ആണ് അല്ലേ. എന്താണ്, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പിറ്റ് ആണ് എന്തെന്ന് പറഞ്ഞത്, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് ആരെ പറഞ്ഞത്, റോബർട്ട് ക്ലൈവിനെ പറഞ്ഞത്. ഇനി ഇദ്ദേഹമാണ് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സംഭവം പറഞ്ഞിട്ടുള്ള ഇയാളാണ്, എന്താണ്, ഈ റോബർട്ട് ക്ലൈവ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചടക്കാം അല്ലേ. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഭാരതം പിടിച്ചടക്കാം എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്, റോബർട്ട് ക്ലൈവ് ആണ്. ഇനി റോബർട്ട് ക്ലൈവ് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാൾ ഗവർണറാണ് ആരെന്ന് പറയുന്നത്, റോബർട്ട് ക്ലൈവ് അല്ലേ. എന്താണ്, അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു അല്ലേ, അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്, റോബർട്ട് ക്ലൈവ് ആണ് അല്ലേ. ഇനി നമ്മൾ പറയുന്നത് ബംഗാളിലെ ഗവർണർ ജനറൽമാർ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞത് എന്താണ്, ബംഗാളിലെ ഗവർണറെ കുറിച്ചാണല്ലോ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ആരാണ്, റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്, ബംഗാളിലെ ആദ്യ ഗവർണർ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണെന്നാണ്. അപ്പോൾ 1773 മുതൽ 85 വരെ വാറൻ ഹേസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയുന്നത് ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന് പറയുന്ന പദവി വഹിച്ചിരുന്നത്. അതുപോലെ തന്നെ വാറൻ ഹേസ്റ്റിംഗ് തന്നെയാണ് എന്ത്, ബംഗാളിലെ അവസാനത്തെ ഗവർണർ എന്നും അറിയപ്പെടുന്ന ആര് തന്നെയാണ്, വാറൻ ഹേസ്റ്റിംഗ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വാറൻ ഹേസ്റ്റിംഗ് ഗവർണർ ജനറൽ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1773 പാസ്സാക്കിയ റെഗുലേറ്റിംഗ് ആക്ടിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. എന്താണ്, 1773 പാസ്സാക്കിയ റെഗുലേറ്റിംഗ് ആക്ടിനെ അനുസ്പദമാക്കിയിട്ടായിരുന്നു എന്ത്, വാറൻ ഹേസ്റ്റിംഗ് ഗവർണർ ജനറൽ എന്നുള്ള പദവിയിലേക്ക് വന്നത്. അപ്പോൾ എന്താണ്, ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരെന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിംഗ് എന്നാണ്. കാലഘട്ടം എന്ന് വെച്ചാൽ 1773 മുതൽ 1785 വരെയാണ് ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്, വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റോബർട്ട് ക്ലൈവിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയുണ്ടായി, എന്താണ്, ബംഗാളിൽ ദ്വിഭരണം ആരംഭിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ദ്വിഭരണം നിർത്തലാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, വാറൻ ഹേസ്റ്റിംഗ് ആണ്. എന്താണ്, ബംഗാളിലെ ദ്വിഭരണം അല്ലേ, ദ്വിഭരണം നിർത്തലാക്കിയത് ആരാണ്, വാറൻ ഹേസ്റ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞത്, റോബർട്ട് ക്ലൈവ് ആരംഭിച്ച ബംഗാളിലെ ദ്വിഭരണം ആരാണ് നിർത്തലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, വാറൻ ഹേസ്റ്റിംഗ് ആണ് നിർത്തലാക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുള്ളി കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കൊൽക്കത്ത ബേസ് ചെയ്തിട്ട് 2 കാര്യങ്ങൾ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്, കൊൽക്കത്ത ബേസ് ചെയ്തിട്ട് 2 കാര്യങ്ങളാണ് പുള്ളി കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യത്തേതാണ് സുപ്രീം കോടതി അല്ലേ, സുപ്രീം കോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോർട്ട് നിലവിൽ വരുന്ന എവിടെയാണ്, കൊൽക്കത്തയിലാണ്. കൊണ്ടുവന്ന ആരാണ്, വാറൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് CJ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, എലിജ ഇംഫൽ ആണ് അല്ലേ. എലിജ ഇംഫൽ ആണെന്ന് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി അല്ലെ. കൊൽക്കത്തയിൽ വന്ന ആദ്യത്തെ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, എലിജ ഇംഫൽ ആണ് അല്ലേ. അപ്പം 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് വാറൻ ഹേസ്റ്റിംഗ് എന്തായാലും വരുന്നത്, ഗവർണർ ജനറൽ ആയിട്ട് വരുന്നത് ഇവിടുത്തെ ബംഗാളിലെ. പിന്നെ എന്താണ് പറഞ്ഞത്, ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കി. അതുപോലെ കൊൽക്കത്ത ബേസ് ചെയ്ത് സുപ്രീം കോടതി സ്ഥാപിച്ചു. അതുപോലെ തന്നെ കൊൽക്കത്തയിൽ ഒരു കാര്യം കൂടിയുണ്ട്, എന്താണ്, കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ചതും ആര് തന്നെയാണ്, വാറൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചു, അതുപോലെ തന്നെ കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ചു. ഇനി പുള്ളിക്കാരൻ കൊണ്ടുവന്ന 2 നയങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു, ഒന്ന് റിംഗ് ഫെൻസ് നയം. ഏതാണ്, റിംഗ് ഫെൻസ് നയം കൊണ്ടുവന്നത് ആരാണ്, വാറൻ ഹേസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ പുള്ളി കൊണ്ടുവന്ന വേറൊരു നികുതി വ്യവസ്ഥയായിരുന്നു എന്ത്, കിൻകിനൈൻ ഭൂനികുതി വ്യവസ്ഥ.
അതുപോലെ എന്തൊക്കെ 2 നയങ്ങളാണ് പുള്ളി കൊണ്ടുവന്നത്. ഏതൊക്കെയാണ്? റിംഗ് ഫെൻസ് നയം കൊണ്ടുവന്നു. അതുപോലെ തന്നെ നികുതിയിൽ കിൻകിനൈൻ ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നതും ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഇനി പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്തത് അല്ലേ, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിംഗ് തന്നെയാണ്. ഇനി വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലഘട്ടത്തിൽ 1-2 കാര്യങ്ങളുണ്ടായി, അത് നമുക്കൊന്ന് പറയാം. ഇന്ന് നമ്മൾ പറയുന്നത് വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലഘട്ടത്തിൽ നടന്ന 1-2 കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയുന്ന 2 യുദ്ധങ്ങൾ പുള്ളിയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാം റോഹില്ല യുദ്ധവും ഒന്നാം മറാത്ത യുദ്ധവും അല്ലേ. ഒന്നാം റോഹില്ല യുദ്ധവും ഒന്നാം മറാത്ത യുദ്ധവും നടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ പുള്ളി ഭരിക്കുന്ന കാലത്ത് 1784 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കമ്പനിയുടെ മേൽ നിയന്ത്രണം ശക്തമാക്കിക്കൊണ്ടൊരു നിയമം പാസ്സാക്കേണ്ട. ആ നിയമമാണ് പിറ്റ്സ് ഇന്ത്യ നിയമം. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? വില്യം പിറ്റ്സ്. അപ്പോൾ വില്യം പിറ്റ്സ് ആണ് എന്ത്? പിറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുന്നത്. അതും വന്നത് 1784 വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു വന്നത്. അതുപോലെ തന്നെ 1784 സർ വില്യം ജോൺസിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ഥാപനം ഇന്ത്യയിൽ ആരംഭിച്ചു. എന്താണ് ആ സ്ഥാപനത്തിൻ്റെ പേര്? റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്നാണ് പറഞ്ഞാൽ 1774 സർ വില്യം ജോൺസിൻ്റെ നേതൃത്വത്തിൽ എന്താണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്നൊരു സ്ഥാപനം. എന്തിനാണ് ഇത് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ ചരിത്രപരവും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ സ്ഥാപനം തുടങ്ങുന്നത്. അപ്പം അത് സർ വില്യം ജോൺസിൻ്റെ നേതൃത്വത്തിലാണ്. 1784 ഇത് ആരംഭിക്കുന്നത്. അതും ആരുടെ കാലഘട്ടത്തിൽ തന്നെയാണ്? വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാറൻ ഹേസ്റ്റിംഗ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് നമുക്ക് കടക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് വാറൻ ഹേസ്റ്റിംഗ് ശേഷം അധികാരത്തിൽ വന്ന ഗവർണർ ജനറലാണ്. ബംഗാളിലെ ഗവർണർ ജനറലാണ്. രണ്ടാമത്തെ ആളാണ് പറയുന്നത്. ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ആരാണ്? കോൺവാലിസ്. 1786 മുതൽ 93 വരെയാണ് കാലഘട്ടം. അപ്പോൾ എന്തൊക്കെയാണ് കോൺവാലിസ് പ്രഭുവിൻ്റെ പ്രത്യേകത നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം പുള്ളി ഫുള്ള് നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആദ്യം നമ്മൾ പറയുന്നത് ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിച്ച ആദ്യ ഗവർണർ ജനറലാണ് ആരെന്ന് പറയുന്നത്? കോൺവാലിസ് പ്രഭു എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായിട്ട് ക്രോഡീകരിച്ച ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് ഏകീകൃത സിവിൽ സർവീസിന് തുടക്കം കുറിച്ചത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏകീകൃത സിവിൽ സർവീസിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? കോൺവാലിസ് പ്രഭുവാണ്. പിന്നെ എന്താണ് കൊണ്ടുവന്നത്? പോലീസ് സമ്പ്രദായം. ഇന്ത്യയിൽ പോലീസ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? കോൺവാലിസ് ആണ്. ഇന്ത്യയിൽ പോലീസ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും ആര് തന്നെയാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ പോലീസ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചതും ആര് തന്നെയാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഇപ്പോൾ കോൺവാലിസ് പ്രഭു തന്നെ നമ്മൾ വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ ഇതിൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി കൊണ്ടുവന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ കോൺവാലിസ് പ്രഭു കൊണ്ടുവന്നൊരു കോടതിയാണ് എന്താണ്? ക്രിമിനൽ കോടതി അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിമിനൽ കോടതി നടപ്പിലാക്കിയതും ആര് തന്നെയാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്രിമിനൽ കോടതി ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഏകീകൃത സിവിൽ സർവീസ് ആരംഭിച്ചതും അതുപോലെ തന്നെ ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു ആര് തന്നെയാണ്? കോൺവാലിസ് പ്രഭുവാണ്. അതുപോലെ പോലീസ് സമ്പ്രദായം ആരംഭിച്ചു. അത് കഴിഞ്ഞിട്ട് ക്രിമിനൽ കോടതി കൊണ്ടുവന്നു. പിന്നീട് കോൺവാലിസ് പ്രഭു ചെയ്തത് എന്താണ്? റവന്യൂ വകുപ്പും നീതിന്യായ സമ്പ്രദായവും എന്താണ്? വേർതിരിച്ചു അല്ലേ. നീതിന്യായ സമ്പ്രദായവും എന്താണ് പിന്നെ റവന്യൂ വകുപ്പും തമ്മിൽ എന്താണ് വേർതിരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവാലിസ് പ്രഭുവാണ്. എന്തൊക്കെയാണ്? റവന്യൂ വകുപ്പിനെയും നീതിന്യായ സമ്പ്രദായത്തെയും തമ്മിൽ വേർതിരിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്.
ഇനി കോൺവാലിസ് പ്രഭു കൊണ്ടുവന്ന ഒരു ഭൂനികുതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. എന്താണത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലേ? അല്ലെങ്കിൽ എന്തെന്ന് വേറൊരു പേര് പറയും, നമ്മൾ എന്താണ് സെമീന്ദാരി സമ്പ്രദായം അല്ലേ? സെമീന്ദാരി സമ്പ്രദായം എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. ഇതെന്നാണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1793 കോൺവാലിസ് പ്രഭു ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത്. അത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1793. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ ബംഗാൾ, ബീഹാർ, ഒറീസ അല്ലേ? BMBO എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ എന്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 കൊണ്ടുവന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? ബംഗാളിലും ബീഹാറിലും ഒറീസയിലുമാണ്. ഇനി കോൺവാലിസിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാന യുദ്ധമായിരുന്നു എന്തെന്ന് പറയുന്നത്? മൂന്നാം മൈസൂർ യുദ്ധം അല്ലേ? മൂന്നാം മൈസൂർ യുദ്ധം നടക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണ്? കോൺവാലിസ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ എന്താണ് ശ്രീരംഗപട്ടണം സന്ധി അല്ലേ? ശ്രീരംഗപട്ടണം സന്ധി ഉൾപ്പെടുന്ന സമയത്തും ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു അധികാരത്തിലിരുന്നിരുന്നത്. എന്ത് അധികാരം? ബംഗാളിലെ ഗവർണർ ജനറൽ എന്ന പോസ്റ്റിലിരുന്നത് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. അപ്പോൾ ഇത്രയാണ് കോൺവാലിസ് പ്രഭുവിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റിച്ചാർഡ് വെല്ലസ്ലിയും കൂടെ നോക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് മൂന്നാമത്തെ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിട്ടുള്ള റിച്ചാർഡ് വെല്ലസ്ലിയെ കുറിച്ചാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് പഠിക്കാനുള്ള അടുത്ത ഒരാളായിരുന്നു പറയുന്നത് റിച്ചാർഡ് വെല്ലസ്ലി. എന്നാണ് കാലഘട്ടം? 798 മുതൽ 805 വരെ കേട്ടോ. 1798 മുതൽ 805 വരെയാണ് ആരുടെ കാലഘട്ടം വരുന്നത്? റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടം വരുന്നത്. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ആരാന്ന് പറഞ്ഞു? ആരാണ്? റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? റിച്ചാർഡ് വെല്ലസ്ലി അല്ലേ? അപ്പം എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്ന ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. പിന്നെ നമ്മൾ ബംഗാൾ ടൈഗർ എന്ന് കേട്ടിട്ടുണ്ടല്ലേ? ബംഗാൾ കടുവ. എന്താണ് ബംഗാൾ കടുവ? നമുക്കറിയാം ആരാണ്? ക്രിക്കറ്റ് താരമായിട്ടുള്ള സൗരവ് ഗാംഗുലിയാണ് നമ്മൾ ബംഗാൾ ടൈഗർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. എന്താണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് ആരെന്ന് പറയുന്നത്? റിച്ചാർഡ് വെല്ലസ്ലി എന്ന് പറയുന്നത്. ഈ റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു എന്താണെന്ന് പറയുന്നത്? നാലാം മൈസൂർ യുദ്ധം അല്ലേ? നാലാം മൈസൂർ യുദ്ധം നടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത്? നാലാം മൈസൂർ യുദ്ധം. ഇനി ഈ പുള്ളിക്കാരൻ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു എന്തെന്ന് പറയുന്നത്? നമ്മുടെ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന സംഭവം എന്താണ്? ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഇന്ത്യയിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഈ ഓരോ നാട്ടുരാജ്യത്തിലും ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും അതുപോലെ തന്നെ എന്താണ് ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ ആ രാജ്യത്ത് നിലനിർത്തുകയും ചെയ്യുകയും എന്നാൽ മറ്റ് യൂറോപ്യന്മാരുടെ കച്ചവട ബന്ധമോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഏർപ്പെടാനോ ഒന്നും പാടില്ല. പക്ഷേ ഒരു ആവശ്യഘട്ടത്തിൽ ആ നാട്ടുരാജ്യത്തിനെ സഹായിക്കാനായിട്ട് ഒരു സൈന്യത്തെ അവർ നിലനിർത്തി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ജനറലായിരുന്നു ഗവർണർ ജനറലായിരുന്നു ആരെന്ന് പറയുന്നത്? റിച്ചാർഡ് വെല്ലസ്ലി. അപ്പം ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യം അംഗമാവുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് നവാബാണ് അല്ലേ? ഹൈദരാബാദിലെ നവാബാണ് ആര് ഇതിൽ എന്താണ് അംഗമാവുന്ന ആദ്യ ആളെന്ന് പറയുന്നത്? ആദ്യ നാട്ടുരാജ്യത്തെ ചക്രവർത്തി അല്ലെങ്കിൽ നവാബ് എന്ന് പറയുന്ന ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയുടെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദിലെ നവാബായിരുന്നു ഇതിൽ അംഗമാകുന്ന ആദ്യ വ്യക്തി എന്ന് പറയുന്നത്. പിന്നെ 1802 ശിശുഹത്യ നിരോധിച്ച ജനറലായിരുന്നു ആരെന്ന് പറയുന്നത്? റിച്ചാർഡ് വെല്ലസ്ലി. എന്നാൽ 1802 ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലാണ് ആരെന്ന് പറയുന്നത്? റിച്ചാർഡ് വെല്ലസ്ലി. അതുപോലെ തന്നെ എന്താണ് മദ്രാസ് പ്രസിഡൻസി സ്ഥാപിച്ചതും ആര് തന്നെയാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. അപ്പോൾ ഇത്രയാണ് റിച്ചാർഡ് വെല്ലസ്ലിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നു അല്ലേ? ബ്രിട്ടീഷിലെ അക്ബർ എന്നറിയപ്പെടുന്ന റിച്ചാർഡ് വെല്ലസ്ലിയാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? ശരിക്കും ബംഗാൾ കടുവ നമ്മൾ അറിയപ്പെടുന്ന ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. അപ്പോൾ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് ആരെന്ന് പറയുന്നത്? റിച്ചാർഡ് വെല്ലസ്ലി എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നാലാം മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്തും ഗവർണർ ജനറൽ ആര് തന്നെയാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ ആരംഭിച്ചതും ആര് തന്നെയാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. അതിൽ ആദ്യമായിട്ട് അംഗത്വമായത് ആരാണ്? ഹൈദരാബാദ് ഇതിലെ നവാബായിരുന്നു അല്ലേ? പിന്നെ 1802 ശിശുഹത്യ നിരോധിച്ചു. അതുപോലെ തന്നെ എന്താണ് മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഇനി നമുക്ക് ഒരാളെ കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടോപ്പിക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടി ലാസ്റ്റത്തെ ബംഗാൾ ഗവർണർ ജനറലായി ഹേസ്റ്റിംഗ് പ്രഭുവിടെ പറഞ്ഞ് നിർത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ
നമുക്കിതിനിടയ്ക്ക് മിൻറ്റോ പ്രഭു ഉണ്ട്. അപ്പോൾ മിൻറ്റോ പ്രഭു നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്ന ഒരു ഗവർണർ ജനറലാണ്. അതുകൊണ്ടാണ് നമ്മൾ മിൻറ്റോ പ്രഭു കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പം മിൻറ്റോ പ്രഭുവിൽ അധികം ഒന്നും പറയാനില്ല, 1-2 ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. എന്താണ് മിൻറ്റോ പ്രഭുവിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1809 അമൃത്സർ സന്ധി 1809 അമൃത്സർ അവിടെ നിന്നറിയാമല്ലോ പഞ്ചാബിലാണ്. അപ്പോൾ അമൃത്സർ സന്ധി ഒപ്പുവെച്ച പ്രഭുവാണ് ആരെന്ന് പറയുക, ഗവർണർ ജനറലാണ് ആരെന്ന് പറയുന്നത് മിൻറ്റോ പ്രഭു. അപ്പോൾ ഈ മിൻറ്റോ പ്രഭുവിൻ്റെ കൂടെ അമൃത്സർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് രാജാവായിരുന്നു ആര്, രാജാ രഞ്ജിത് സിംഗ്. രാജാ രഞ്ജിത് സിംഗ് ആണ് എന്ത് ഒപ്പുവെച്ച പഞ്ചാബ് രാജാവ്. അപ്പോൾ എന്നാണ് ഒപ്പുവെക്കുന്നത്, 1809 അമൃത്സർ സന്ധിയിൽ ഒപ്പുവെച്ചത് രാജാ രഞ്ജിത് സിംഗും മിൻറ്റോ പ്രഭുവാണ്. പിന്നെ ഇതിനകത്ത് എന്താണ്, പിണ്ടാരി യുദ്ധം നടക്കുന്ന സമയത്ത് അല്ലേ, പിണ്ടാരി യുദ്ധം നടക്കുന്ന സമയത്ത് ആരാണ് ഗവർണർ ജനറൽ, മിൻറ്റോ പ്രഭുവാണ്. പിണ്ടാരി യുദ്ധം നടക്കുന്ന സമയത്ത് മിൻറ്റോ പ്രഭുവാണ് ഗവർണർ ജനറൽ. ഈ പിണ്ടാരി യുദ്ധം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രമാണിമാർ നടത്തിയ ഒരു യുദ്ധമായിരുന്നു, ഒരു കലാപമായിരുന്നു ഈ പിണ്ടാരി യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അത് നടക്കുന്ന സമയത്തും ഈ മിൻറ്റോ പ്രഭുവാണ് എന്താണ് ഗവർണർ ജനറൽ. പിന്നെ അതുപോലെ തന്നെ എന്താണ് പേഷ്വ പദവി നിർത്തലാക്കിയതും ആര് തന്നെയാണ്, പേഷ്വ പദവി നിർത്തലാക്കിയതും ആര് തന്നെയാണ്, മിൻറ്റോ പ്രഭു തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ മിൻറ്റോ പ്രഭുവിൽ നമുക്ക് പഠിക്കാൻ. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്വ പദവി നിർത്തലാക്കി, പിണ്ടാരി യുദ്ധം നടക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ, അതുപോലെ തന്നെ 1809 അമൃത്സർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച പ്രഭുവാണ് അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആണായിരുന്നു മിൻറ്റോ പ്രഭു. അതുപോലെ തന്നെ എന്താണ് അതിൽ ഒപ്പുവെച്ച പഞ്ചാബ് രാജാവായിരുന്നു ആരെന്ന് പറയുന്നത്, രാജാ രഞ്ജിത് സിംഗ്. ഇത്രയേ ഉള്ളൂ നമുക്ക് മിൻറ്റോ പ്രഭുവിൽ പഠിക്കാൻ. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമ്മൾ പറയുന്നത് അവസാനത്തെ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിട്ടുള്ള ഹേസ്റ്റിംഗ് പ്രഭുവിനെ കുറിച്ചാണ്. അപ്പം 1813 മുതൽ 23 വരെയാണ് ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്, ഹേസ്റ്റിങ്സ് പ്രഭുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഹേസ്റ്റിംഗ് പ്രഭുവായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം നമ്മൾ പഠിക്കേണ്ടത് റയട്ടുവാരി സമ്പ്രദായമാണ്. എന്താണ് റയട്ടുവാരി സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്, അത് വരുന്ന സമയത്ത് അതൊരു നികുതി വ്യവസ്ഥയാണ് ഈ റയട്ടുവാരി സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ ആ നികുതി വ്യവസ്ഥ വരുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഹേസ്റ്റിങ്സ് പ്രഭു ആണ്. അപ്പോൾ ഈ റയട്ടുവാരി സമ്പ്രദായം മദ്രാസ് പ്രസിഡൻസിയിൽ കൊണ്ടുവന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1820 ആരാണ് കൊണ്ടുവരുന്നത്, തോമസ് മൺട്രോ ആണ്. തോമസ് മൺട്രോ ആണ് എന്ത് കൊണ്ടുവരുന്നത്, എവിടെ കൊണ്ടുവരുന്നത്, മദ്രാസ് പ്രസിഡൻസിയിൽ റയട്ടുവാരി സമ്പ്രദായം കൊണ്ടുവരുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, തോമസ് മൺട്രോ ആണ്. അപ്പം നമ്മുടെ ഹേസ്റ്റിംഗ് പ്രഭു ആണ് എന്ന് ശരിക്കും പറഞ്ഞാൽ റയട്ടുവാരി സമ്പ്രദായം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. 1820 തോമസ് മൺട്രോ ഇവിടെ കൊണ്ടുവരുന്നത്, മദ്രാസ് പ്രസിഡൻസിയിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും പ്രധാന യുദ്ധമായിരുന്നു എന്ത്, 3-ാം മറാത്ത യുദ്ധം അല്ലേ. 3-ാം മറാത്ത യുദ്ധം നടക്കുന്നത് എന്നാണ് ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ്. 3-ാം മറാത്ത യുദ്ധം നടക്കുന്ന ആരുടെ കാലഘട്ടത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ കാലഘട്ടത്തിലാണ്, ഹേസ്റ്റിങ്സിൻ്റെ കാലഘട്ടത്തിലാണ്. 3-ാം മറാത്ത യുദ്ധ സമയത്ത് ഹേസ്റ്റിങ്സ് പ്രഭു ആണ് ഗവർണർ ജനറൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3-ാം മറാത്ത യുദ്ധത്തിന് ശേഷം പേർഷ്യ പദവി നിർത്തലാക്കിയിട്ട് എന്തായി, നമ്മുടെ പൂനെയെ എന്തിനോട് ചേർത്തു, ബോംബെ പ്രസിഡൻസിയോട് ചേർത്തു അല്ലേ. എന്താണ് മറാത്ത യുദ്ധത്തിൽ ആ യുദ്ധത്തിന് ശേഷം ജയിച്ചിട്ട് എന്താണ് പൂനെ പേർഷ്യ പദവി നിർത്തലാക്കിയിട്ട് പൂനെ പ്രവിശ്യ എന്തിനോട് ചേർത്തു, ബോംബെ പ്രസിഡൻസിയോട് ചേർത്തു. അത് കഴിഞ്ഞിട്ട് നേപ്പാൾ അല്ലേ, നേപ്പാൾ കീഴടക്കിയ ആദ്യ ഗവർണർ ജനറലാണ് ആരെന്ന് പറയുന്നത്, ഹേസ്റ്റിംഗ് പ്രഭു എന്ന് പറയുന്നത്. നേപ്പാൾ കീഴടക്കിയ ആദ്യത്തെ ഗവർണർ ജനറലാണ് ഹേസ്റ്റിംഗ് പ്രഭു എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ഹേസ്റ്റിംഗ് പ്രഭുവിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. എന്തൊക്കെയാണ്, റയട്ടുവാരി സമ്പ്രദായം കൊണ്ടുവന്നു. അപ്പം ആരാണ് റയട്ടുവാരി സമ്പ്രദായം വരുമ്പോൾ ഹേസ്റ്റിംഗ് പ്രഭു ആയിരുന്നു എന്ന് പറഞ്ഞു. 1820 എന്ത്, തോമസ് മൺട്രോ മദ്രാസ് പ്രവിശ്യയിൽ എന്ത് കൊണ്ടുവരുന്ന റയട്ടുവാരി സമ്പ്രദായം, ഒരു നികുതിയാണോ അത് കൊണ്ടുവരുന്നത്. അതുപോലെ 3-ാം മറാത്ത യുദ്ധം നടന്ന കാലഘട്ടം ഹേസ്റ്റിംഗ് പ്രഭുവിൻ്റെ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ യുദ്ധത്തിന് ശേഷം പേർഷ്യ പദവി നിർത്തലാക്കിയിട്ട് എന്താണ് പൂനെ ഏതിനോട് ചേർത്തു, ബോംബെ പ്രസിഡൻസിയോട് കൂട്ടിച്ചേർത്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് നേപ്പാൾ കീഴടക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഹേസ്റ്റിംഗ് പ്രഭുവാണ്. നേപ്പാളിൻ്റെ തലസ്ഥാനം അറിയാമല്ലോ, കാഠ്മണ്ഡു ആണ് നേപ്പാളിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ അവിടെ കീഴടക്കിയതും ആര് തന്നെയാണ്, ഹേസ്റ്റിംഗ് പ്രഭുവാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബംഗാളിലെ ഗവർണർ ജനറൽമാർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ബംഗാൾ ഗവർണർ ജനറൽമാർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് തീരുവാണ്. നമ്മൾ ഇനി പഠിക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവത്തില്ല, അപ്പോൾ തന്നെ ഒരു ലെങ്തി വീഡിയോ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഗവർണർ ജനറൽമാരുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പം താങ്ക് യു.